ലോകത്ത് ഏറ്റവും അധികം കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച നടി ആരാണ്? ഒരു ക്വിസ് മത്സരത്തിൽ ഇത്തരം ഒരു ചോദ്യം ഉയർന്നാൽ എന്തായിരിക്കും നമ്മുടെ ഉത്തരം? ലോകത്ത് ആർക്കും അത്തരം ഒരു ചോദ്യത്തിന് ഒരുപക്ഷെ കൃത്യമായി ഉത്തരം പറയാനാവില്ല എന്നതായിരിക്കും സത്യം, അല്ലേ? പക്ഷെ എന്തുകൊണ്ടും നമുക്ക് മുന്നോട്ട് വയ്ക്കാൻ കഴിഞ്ഞൊരു നടിയുണ്ട്, സുകുമാരി. നാം അമ്മയെന്നും ചേച്ചിയെന്നും ഒക്കെ സ്നേഹത്തോടെ വിളിച്ച, നമ്മുടെ വീട്ടിലെ തന്നെ കുടുംബാംഗം എന്ന് തോന്നിപ്പിച്ച ഒരാൾ. എന്താണ് ഇത്തരം ഒരു അവകാശവാദത്തിന് കാരണം എന്നാണ് ചോദ്യമെങ്കിൽ 3 പ്രധാന വസ്തുതകൾ ഉത്തരമായി പറയാം. 1, തെന്നിന്ത്യയിലെ എല്ലാ ഭാഷകളിലുമുള്ള 2000-ലേറെ സിനിമകളിൽ സുകുമാരി അമ്മ അഭിനയിച്ചു. ഇതിനു പുറമെ ബംഗാളി, ഹിന്ദി ഭാഷകളിലും അഭിനയിച്ചിട്ടുണ്ട്. 2, നാടകങ്ങളിലും ടെലിവിഷൻ സീരിയലുകളിലും അഭിനയിച്ചു. 3, ജീവിതത്തിൽ നിന്നും മറയുമ്പോൾ 10-ാം വയസ്സിൽ ആരംഭിച്ച അവരുടെ അഭിനയ സപര്യ 6 പതിറ്റാണ്ട് പിന്നിട്ടിരുന്നു. അതുകൊണ്ട് തന്നെ സിനിമാക്കാരുടെയും പ്രേക്ഷകരുടെയും പ്രിയപ്പെട്ട സുകുമാരി ചേച്ചിക്ക് ലോകത്തെ ഏറ്റവും അധികം സിനിമകളിൽ അഭിനയിച്ച നടി എന്ന പെരുമ തീർച്ചയായും അവകാശപ്പെടാം. എടാ, ആ പേപ്പറും കമ്പും ഒക്കെ വെട്ടിമുറിച്ചോടാ. അമ്മ കേടുക്ക്, ദേഹത്തോട്ടുള്ള കളി വേണ്ട. എല്ലാം കൂടെ ചേർത്ത് നിനക്കൊരു ദിവസം കിട്ടും. നീ എത്രത്തോളം പോകുന്നു അറിയാനാ ശ്രീധരൻ കാത്തു നിൽക്കുന്നു. ശ്രീധരൻ പെറ്റിഭൂഷ. എടാ, സ്വന്തം ചേട്ടന് എന്തൊക്കെ കടിച്ചാപ്പൊട്ടാത്ത വാക്കുകളാ ആ ചെക്കൻ പറയുന്നത്. മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ വെറൈറ്റി കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച് വിജയിപ്പിച്ച നടി ആരാണ്? ഈ ചോദ്യത്തിനും ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ, സുകുമാരി. ഏത് റേഞ്ചിലുള്ള കഥാപാത്രങ്ങളായാലും പ്രശ്നമില്ല, സുകുമാരി അമ്മയുടെ കൈകളിൽ അത് ഭദ്രം. ഓർമ്മയിൽ വന്ന ചില വേഷങ്ങൾ പെട്ടെന്ന് പറയുകയാണെങ്കിൽ, മിഴികൾ സാക്ഷിയിലെ കൂനിയമ്മ, ബോയിങ്ങിലെ ഡിക്കമ്മായി, ദശരഥത്തിലെ മാഗി, പൂച്ചയ്ക്കൊരു മൂകുതിയിലെ രേവതി, തലയണ മന്ത്രത്തിലെ സുലോചന തങ്കപ്പൻ, ഗജകേസരി യോഗത്തിലെ സരോജിനി നായർ, തേന്മാവിൻ കൊമ്പത്തിലെ ഗിഞ്ചിമൂട് ഗാന്ധാരി. ഗജകേസരി യോഗത്തിൽ ഒറ്റ സീനിൽ വന്ന് കസറിയ മൃഗസംരക്ഷണ വകുപ്പ് ജീവനക്കാരിയായിരുന്നു അത്. എണ്ണിയാൽ തീരാത്ത വ്യത്യസ്തതയാർന്ന കഥാപാത്രങ്ങൾ ഇനിയുമുണ്ട് ഒരുപാട്. മലയാള സിനിമയിൽ നസീർ മുതൽ കുഞ്ചാക്കോ ബോബൻ വരെയുള്ള തലമുറയ്ക്കൊപ്പം സുകുമാരിയമ്മ അഭിനയിച്ചു. വേഷം എന്താണ്, കോമഡി വേഷമാണോ, പ്രതിനായികയാണോ, നായികയാണോ, ഇതൊന്നും അവർക്കൊരു പ്രശ്നമായിരുന്നില്ല. ഏത് വേഷമാണെങ്കിലും ആത്മാർത്ഥമായി അഭിനയിക്കുക, അതുമാത്രമായിരുന്നു അവരുടെ നയം. 2013 മാർച്ച് 26-നാണ് സുകുമാരിയമ്മ ചെന്നൈയിലെ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ വിടവാങ്ങിയത്. 1940 ഒക്ടോബർ 6-ന് പിറന്ന അവർ 72-ാം വയസ്സിൽ വിട പറയുമ്പോൾ അഭിനയിക്കാൻ വേഷങ്ങളൊന്നും ബാക്കി വെച്ചിരുന്നില്ല എന്ന് പറയാം. കാരണം 63 വർഷത്തെ അഭിനയ സപര്യ. എല്ലാ ജീവിതാവസ്ഥകളെയും അവർ വെള്ളിത്തിരയിൽ അവതരിപ്പിച്ചു. ചിലത് നമ്മെ പൊട്ടിച്ചിരിപ്പിച്ചു, ചിലത് നമ്മെ പൊട്ടിക്കരയിച്ചു, ചിലത് നമ്മെ വേട്ടയാടി. അതായിരുന്നു സുകുമാരിയമ്മയുടെ കരുത്ത്. 10-ാം വയസ്സിൽ തുടങ്ങിയതാണ് അഭിനയം. ചെന്നൈയിലെ വീട്ടിൽ നിലവിളക്കിൽ നിന്ന് പൊള്ളലേറ്റ് ചികിത്സയിലിരിക്കവേ ഹൃദയാഘാതം മൂലമായിരുന്നു അന്ത്യം. രോഗക്കിടക്കയിലാകുന്നത് വരെ അഭിനയ ജീവിതം തുടർന്നു. തമിഴ്നാട്ടിലെ നാഗർകോവിലാണ് സുകുമാരി ജനിച്ചത്. തിരുവനന്തപുരത്ത് പൂജപ്പുരയിലെ സ്കൂളിലായിരുന്നു പഠനം. കാരണം പിതാവ് അന്ന് അവിടെ ബാങ്കിൽ ജോലി ചെയ്യായിരുന്നു. 10-ാം വയസ്സിൽ പിതാവിൻ്റെ സഹോദരി സരസ്വതി അമ്മയ്ക്കൊപ്പം മദ്രാസിലെത്തി. സരസ്വതി അമ്മയുടെ മക്കളായിരുന്നു മുൻകാല നടിമാരായിരുന്ന ലളിത, പത്മിനി, രാഗിണിമാർ. മദ്രാസിലെത്തി കഥകളി, കേരള നടനം, ഭരതനാട്യം എന്നിവയിൽ പ്രാവീണ്യം നേടി. ആദ്യം നൃത്തം പഠിച്ചത് ഗുരു ഗോപിനാഥിൻ്റെ കീഴിലായിരുന്നു. അക്കാലത്ത് തന്നെ ചില സിനിമകളിലൊക്കെ സംഘനൃത്തത്തിൽ സുകുമാരിയും ഉണ്ടായിരുന്നു. രാഗിണി ഇക്കാലത്ത് തന്നെ നാടകങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ രാഗിണി വഴി ചില തമിഴ് നാടകങ്ങളിലും സുകുമാരി അഭിനയിച്ചു. പെറ്റാൽ താൻ പിള്ള എന്ന വൈജി പാർത്ഥസാരഥിയുടെ നാടകത്തിലാണ് ആദ്യമായി അഭിനയിച്ചത്. അതിലെ നായകൻ ചോ രാമസ്വാമി ആയിരുന്നു. സുകുമാരിയുടെ അഭിനയത്തിലെ ലാളിത്യം കണ്ട് ചോ രാമസ്വാമി തൻ്റെ ട്രൂപ്പിലേക്ക് അവരെ ക്ഷണിച്ചു. ചോയുടെ നാടക ട്രൂപ്പിൽ 4000-ലധികം സ്റ്റേജുകളിൽ അഭിനയിച്ചു. തുഗ്ലക് എന്ന നാടകം 1500-ലധികം സ്റ്റേജുകളിലാണ് കളിച്ചത്. ചോയുമായുള്ള ഹാസ്യവേഷങ്ങളിലാണ് പിന്നീട് സുകുമാരി തിളങ്ങിയത്. വൈകാതെ ആദ്യ സിനിമ എത്തി, പേര് ഒരിരവ്. ഒരു ഗാനരംഗത്തിലൂടെയാണ് സുകുമാരി ആദ്യമായി സിനിമയിൽ മുഖം കാണിക്കുന്നത്. പത്മിനിക്കൊപ്പം ഷൂട്ടിംഗ് കാണാനെത്തിയ സുകുമാരിയെ സംവിധായകൻ നീലകണ്ഠൻ അഭിനയിക്കാൻ ക്ഷണിക്കുകയായിരുന്നു. നാടകത്തിലും നൃത്തത്തിലും സിനിമയിലും ഒരേ സമയം തന്നെ സുകുമാരി ശ്രദ്ധിക്കപ്പെട്ടു. മലയാളത്തിൽ തസ്കരവീരൻ എന്ന സിനിമയിലാണ് സുകുമാരി അമ്മ ആദ്യമായി അഭിനയിക്കുന്നത്. അതിലെ നായകനും നായികയും സത്യനും രാഗിണിയുമായിരുന്നു. ആ സിനിമയിലെ വില്ലൻ കൊട്ടാരക്കര ശ്രീധരൻ നായരുടെ ജോഡിയായാണ് സുകുമാരി അഭിനയിച്ചത്. ശ്രീധരൻ നായരുടെ ഭാര്യയായി അഭിനയിക്കേണ്ട നടി എത്താത്തത് കൊണ്ടാണ് നൃത്തസംഘത്തിൽ അംഗമായ സുകുമാരിക്ക് അവസരം ലഭിച്ചത്. ചെറുപ്പത്തിലെ സിനിമയിൽ വന്നുവെങ്കിലും സുകുമാരി അഭിനയിച്ച റോളുകൾ പലതും മുതിർന്നവരുടേതായിരുന്നു.
ഷീലയും ശാരദയും ജയഭാരതിയും ഒക്കെ കത്തി നിൽക്കുന്ന സമയത്ത് സുകുമാരി അമ്മ വേഷങ്ങളിലാണ് തിളങ്ങിയത്. നിങ്ങൾക്കൊരു പേരക്കുഞ്ഞ് ജനിച്ചില്ലെങ്കിൽ മാതൃപതി സ്ഥാനങ്ങളിലുള്ളവർക്ക് ദോഷമാണ്. നീ പറഞ്ഞതല്ല കേട്ടോ. എന്തോന്നാ? ഒരു പേരക്കുഞ്ഞ് ജനിച്ചില്ലെങ്കിൽ മാതാവിനോ പിതാവിനോ മരണം വരെ സംഭവിക്കാവുന്നതാണ്. എന്റെ ഗുരുവായൂരപ്പാ, ഈ മനുഷ്യനോട് ഞാൻ എത്ര നാളായിട്ട് പറയുന്നതാണെന്നോ. ഇനിയിപ്പോ പെട്ടെന്ന് ആരെ കണ്ടുപിടിക്കാനാ? പിള്ളേ, ഇതില് കളർ ഫോട്ടോ ഒന്നുമില്ലേ? അല്ല കുഞ്ഞമ്മേ, അല്ല സുഭദ്രേ, ആ കൊച്ചു കാണാൻ തെറ്റില്ലെന്ന് പറയാ. ഈ കുട്ടി കൊള്ളാം. നല്ല തങ്ക മണി പോലത്തെ സ്വഭാവമാ. എഴുന്നേക്കടോ, എഴുന്നേക്കാൻ. ഇതുപോലെ കുടുംബത്തിന്റെ അന്തസ്സിന് പറ്റാത്ത ആലോചനയായിട്ട് ഇങ്ങോട്ട് എങ്ങാനും വന്നാൽ നിങ്ങൾക്ക് ഇതൊക്കെ പറയാം. എനിക്ക് എന്റെ കുടുംബത്തിന്റെ അന്തസ് നോക്കണ്ടേ? നമുക്ക് ആലോചിക്കാം. ഈ പെണ്ണ് കൊള്ളാം. ആരാ? കുഞ്ഞമ്മേ, വേറെയായി വാ. ഓ, ഇപ്പൊ വേണ്ടേ. തമ്പി അദ്ദേഹത്തിന് നിർബന്ധമാണെങ്കിൽ കുഞ്ഞമ്മ എന്നാട്ടെ. ഞാൻ എന്ന് പോലാണോ തനിക്ക് കുഞ്ഞമ്മയായത്? ഇപ്പൊ തമ്പി അദ്ദേഹം വിളിച്ചപ്പോ. ആദ്യകാല മലയാള ചിത്രങ്ങളായ ചേട്ടത്തി, കുസൃതിക്കുട്ടൻ, കുഞ്ഞാലി മരക്കാർ, തച്ചോളി ഒതേനൻ, യക്ഷി, കരിനിഴൽ എന്നിവയിലെ അഭിനയം ശ്രദ്ധേയമായി. 57-ൽ തസ്കരവീരൻ, കൂടപ്പിറപ്പ് എന്നീ ചിത്രങ്ങൾ ഇറങ്ങിയതോടെ സുകുമാരി എന്ന നടി മലയാള സിനിമയിൽ ശ്രദ്ധിക്കപ്പെട്ടു. തമിഴിലും മലയാളത്തിലും ഒരുപോലെ നിറഞ്ഞു നിന്നു. 21-ാമത്തെ വയസ്സിലാണ് പട്ടിക്കാട പട്ടണമ എന്ന സിനിമയിൽ ജയലളിതയുടെ അമ്മയായും ശിവാജി ഗണേശന്റെ അമ്മായിയമ്മയായും അവർ അഭിനയിക്കുന്നത്. അടൂർ ഗോപാലകൃഷ്ണന്റെ നിഴൽക്കുത്തിലെ അഭിനയം ഏറെ പ്രശംസ നേടിയതാണ്. പൂച്ചയ്ക്കൊരു മൂക്കുത്തി, ഓടരുതമ്മാവ ആളറിയാം, ബോയിങ് ബോയിങ്, വന്ദനം തുടങ്ങിയ പ്രിയദർശൻ ചിത്രങ്ങളിലും ബാലചന്ദ്രമേനോന്റെ ചിത്രങ്ങളിലും അഭിനയിച്ചു. ഗുഡ് ഐഡിയയാണ് അവസാന ചിത്രം. പത്മശ്രീ പുരസ്കാരവും ഒട്ടേറെ സംസ്ഥാന പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. നമ്മ ഗ്രാമം എന്ന തമിഴ് സിനിമയിലെ അഭിനയത്തിന് മികച്ച സഹനടിക്കുള്ള 2011-ലെ പുരസ്കാരം ലഭിച്ചു. പത്മശ്രീ അടക്കം നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. 74, 79, 83, 85 എന്നീ വർഷങ്ങളിൽ സഹനടിക്കുള്ള സംസ്ഥാന പുരസ്കാരം. പിന്നീട് ഫിലിം ഫാൻസ് അസോസിയേഷന്റെ അവാർഡുകൾ 67, 74, 80, 81 വർഷങ്ങളിൽ. 90-ൽ കലൈ സെൽവം പുരസ്കാരം, 91-ൽ കലൈ മാമണി, 71, 74 വർഷങ്ങളിൽ മദ്രാസ് ഫിലിം ഫാൻസ് അസോസിയേഷൻ അവാർഡ് തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ. 2003-ലാണ് രാജ്യം പത്മശ്രീ നൽകി സുകുമാരിയെ ആദരിച്ചത്. 10-ലേറെ ചിത്രങ്ങൾ സുകുമാരിയമ്മ മരിച്ച ശേഷമാണ് റിലീസ് ചെയ്തത്. ഹ്യൂമർ വേഷങ്ങളിലും അമ്മായിയമ്മ പോരെടുക്കുന്ന പ്രതിനായികയുടെ വേഷത്തിലുമൊക്കെ സുകുമാരി നിരവധി ചിത്രങ്ങളിൽ തിളക്കമാർന്ന പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട്. ഭരതന്റെയും പത്മരാജന്റെയും ചിത്രങ്ങളിലെ വേഷങ്ങൾ തന്റെ അഭിനയ ജീവിതത്തിലെ നാഴികക്കല്ലുകളാണെന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. പത്മരാജന്റെ അരപ്പട്ട കിട്ടിയ ഗ്രാമത്തിൽ എന്ന പ്രശസ്തമായ ചിത്രത്തിൽ മാളുവമ്മ എന്ന കഥാപാത്രത്തെ സുകുമാരി അനശ്വരമാക്കി. പ്രിയദർശന്റെ സിനിമകളിലെ തമാശ വേഷങ്ങളാണ് സുകുമാരിയെ മലയാളി സിനിമാ പ്രേക്ഷകർക്കിടയിൽ പ്രിയപ്പെട്ട നടിയാക്കിയത്. എന്നാൽ വർഷങ്ങൾക്ക് മുൻപ് തന്നെ മികച്ച തമാശ വേഷങ്ങൾ സുകുമാരിയിൽ നിന്നുണ്ടായിട്ടുണ്ട്. KG ജോർജിന്റെ പഞ്ചവടിപ്പാലത്തിലെ പഞ്ചായത്ത് അംഗത്തിന്റെ വേഷം, ആ കഥാപാത്രത്തിനായി സുകുമാരി നടത്തിയ ഭാവപകർച്ച മലയാളിക്ക് ഇന്നും ഓർത്ത് ചിരിക്കാനുള്ള വക നൽകുന്നു. ആംഗ്ലോ ഇന്ത്യൻ വേഷങ്ങൾ അഭിനയിക്കാൻ സുകുമാരിക്ക് ഒരു പ്രത്യേക കഴിവുണ്ടായിരുന്നു. സേതുമാധവന്റെ ചട്ടക്കാരിയിലെ അമ്മയായും, പ്രിയദർശന്റെ ബോയിങ് ബോയിങ്ങിലെ പാചകക്കാരി ഡിക്കമ്മായിയായും, പ്രിയന്റെ തന്നെ വന്ദനത്തിലെ വീട്ടുടമയായും ആംഗ്ലോ ഇന്ത്യൻ വേഷത്തിൽ മിന്നുന്ന പ്രകടനമാണ് സുകുമാരിയിൽ നിന്നുണ്ടായത്. പ്രിയന്റെ നിരവധി ചിത്രങ്ങളിലെ സുകുമാരിയുടെ കഥാപാത്രങ്ങളെ മലയാളി പ്രേക്ഷകർ എന്നും ഓർത്തിരിക്കും. മഴ പെയ്യുന്നു മദ്ദളം കൊട്ടുന്നു, പൂച്ചയ്ക്കൊരു മൂക്കുത്തി, അക്കരെ നിന്നൊരു മാരൻ, ചിത്രം, പുന്നാരം ചൊല്ലി അങ്ങനെ കുറേ ചിത്രങ്ങളുണ്ട് ഈ പട്ടികയിൽ. പൂച്ചയ്ക്കൊരു മൂക്കുത്തിയിലെ പൊങ്ങച്ചക്കാരിയായ വീട്ടമ്മ, അരംപ്ലസ് അരത്തിലെ കാർത്തിയായനി, തേന്മാവിൻ കൊമ്പത്തിലെ ഗാന്ധാരിയമ്മ, ഇവരെയൊക്കെ എത്ര കാലം കഴിഞ്ഞാലും മലയാളി ഓർത്തുകൊണ്ടേയിരിക്കും. ബാലചന്ദ്രമേനോന്റെ നിരവധി സിനിമകളിൽ സുകുമാരിയുടെ പ്രകടനം എടുത്തു പറയണം. മണിച്ചെപ്പ് തുറന്നപ്പോൾ, കാര്യം നിസ്സാരം എന്നീ ചിത്രങ്ങൾ ഇതിൽ പ്രാധാന്യം അർഹിക്കുന്നു. സത്യനന്ദിക്കാടിന്റെ സിനിമകളിലും ഒഴിച്ചു നിർത്താൻ കഴിയാത്ത സാന്നിധ്യമായിരുന്നു സുകുമാരിയുടേത്. അതിൽ സുലോചന തങ്കപ്പൻ എന്ന കഥാപാത്രം എന്നും പ്രേക്ഷകനിൽ ചിരി നിറച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. സത്യനന്ദിക്കാടിന്റെ തലയണ മന്ത്രത്തിൽ ശ്രീനിവാസനും ഉർവശിയും താമസിക്കാനെത്തുന്ന VIP കോളനിയിലെ സെക്രട്ടറി ആയിരുന്നു സുലോചന തങ്കപ്പൻ. പത്രാസ് കാട്ടി കുശുമ്പും പറഞ്ഞു നടക്കുന്ന പൊങ്ങച്ചക്കാരിയായ സ്ത്രീ. ഗാന്ധിനഗർ 2nd സ്ട്രീറ്റ് എന്ന സിനിമയിലും റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി ആയിട്ടായിരുന്നു സുകുമാരി. ഭാരതി, ഭാരതി, നീ വന്നേ.
അവളുടെ ഭർത്താവ് ആ ദുബായിക്കാരൻ പെട്ടിയും പ്രമോണായിട്ട് വന്നേക്കുന്നു. ടീച്ചറുടെയോ? ചേച്ചി കൊണ്ട് പോക്കോ, ഞാനിപ്പോ. അല്ല, ബാലേന്ദ്രൻ വന്ന ആരെ തന്നെ നിൽക്കുകയാണോ? ഇല്ല, ഇത് വേറെ കാല. ഒരു മാറ്റമില്ല, അതേ സ്വഭാവം തന്നെ. എന്തായാലും ഇപ്പൊ വളരെ ഗ്ലാമർ വെച്ചിട്ടുണ്ട്. ശരിയാ. അല്ല, ബാലം വരുന്ന വിവരം ടീച്ചർക്ക് എഴുതിയിരുന്നില്ലേ? കൃത്യമായിട്ടൊരു ദിവസം അറിയിക്കാൻ പറ്റിയില്ല. എത്ര നേരം എന്ന് പറഞ്ഞാ പുറത്ത് നിൽക്കുക. ഇന്ന് ബാലൻ അങ്ങോട്ട് വാ, നമുക്ക് അവിടെ ഇരിക്കാം. മോനെ, സ്കൂളിൽ ചെന്ന് ടീച്ചറിനോട് പറ ബാലേട്ടൻ വന്നിട്ടുള്ള വിവരം. ഒന്ന് പോയി പറഞ്ഞു. ഞാനിപ്പോ അത് ശരിയാ. ഇനിയിപ്പം അവിടെ ചെന്ന് പറഞ്ഞാൽ അവൻ ഇഷ്ടപ്പെടുവോ എന്തോ. അവനോ? ഏതവൻ? നമ്മളതിന് ഈ ആവശ്യമില്ലാത്തവരൊക്കെ പറയാൻ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. പറയണ്ട, ഉണ്ടായില്ല. ചേച്ചി പറ. എനിക്ക് വയ്യ. എന്റെ മനസ്സാക്ഷി എതിരായിട്ട് ഞാൻ പറഞ്ഞില്ല. നസീറിന്റെയും സത്യന്റെയും സിനിമകളിൽ അഭിനയിച്ച സുകുമാരിയുടെ ആദ്യകാല ചിത്രങ്ങളിൽ അടൂർ ഭാസിയും ബഹദൂറുമായിരുന്നു ജോഡികൾ. നായകന്റെ കൂട്ടുകാരോ നായികയുടെ വീട്ടിലെ വേലക്കാരോ മറ്റോ ആയിരിക്കും ഈ കഥാപാത്രങ്ങൾ. പിന്നീട് കാലം മാറിയപ്പോൾ മുഖ്യധാര നായകന്മാർ വരെ സുകുമാരിയുടെ ജോഡികളായി. പ്രിയദർശന്റെ സിനിമകളായിരുന്നു പ്രധാനം. നെടുമുടി വേണുവും ജഗദീഷ് ശ്രീകുമാറും ഒക്കെ ഈ പട്ടികയിലുണ്ട്. 80കളിൽ സുകുമാരിയമ്മ താൻ തിരഞ്ഞെടുക്കുന്ന കഥാപാത്രങ്ങളുടെ കാര്യത്തിൽ മാറ്റം വരുത്തിയതാണ് ഇതിന് കാരണം. നൃത്തവും പാട്ടുമൊക്കെ ആദ്യകാല ചിത്രങ്ങളിൽ നിർബന്ധമായും ചെയ്യേണ്ടി വന്നു. നല്ല കുടുംബിനിയുടെയും കൂട്ടുകാരിയുടെയും ഒക്കെ വേഷമായിരുന്നു അത്തരം സിനിമകളിൽ അന്ന് ലഭിച്ചിരുന്നത്. എന്നാൽ പുതിയ തലമുറ വന്ന് സിനിമയെ മാറ്റിമറിച്ചു. അത്തരമിത സാഹചര്യത്തിൽ സാധാരണ നടിമാർ അരങ്ങൊഴിയുകയാണ് പതിവ്. എന്നാൽ സുകുമാരിയമ്മ ആ പതിവ് തെറ്റിച്ചു. പകരം കാലത്തിനൊത്തു മാറാൻ അവർ തയ്യാറായി. ഏത് വേഷവും തനിക്ക് ചേരുമെന്ന് തന്റെ പുതിയ കഥാപാത്രങ്ങളിലൂടെ അവർ തെളിയിച്ചു. പ്രിയദർശന്റെ തമാശ ചിത്രങ്ങളിൽ അഭിനയിക്കുമ്പോൾ തന്നെ അടൂരിന്റെ സിനിമയിലും അവർ അഭിനയിച്ചു. നിഴൽക്കൂത്തിൽ അസാധാരണമായ അഭിനയപാഠവും കാഴ്ചവെച്ച സുകുമാരിയമ്മയെ ഓർക്കുക. முத்து எவ்வளவு நாளாச்சுடா நீ ஊரை விட்டு போயிட்டு? அம்மா அவ்வளவு ஒண்ணும் ஆகல. உனக்கு சொல்லிட்டு போயிருக்க கூடாதா? உன்னை பத்தி சொல்லி அப்பா ரொம்ப வருத்தப்பட்டார். நான் எல்லாம் அப்பா கிட்ட சொல்லிக்கிறேன். ஒரே கோலமா போச்சு. அப்பா கிட்ட சொல்லி உனக்கு நான் ஆட்டுக்கால் சூப் வச்சு தரேன். நான் ஆடு மாடு சாப்பிடுறது எல்லாம் நிறுத்தியாச்சு. நெசமாவா? எல்லாம் இருக்கே. என் மவனுக்கு என்னாச்சு? കാഷായം കിട്ടിയിട്ട് കാശിക്ക് പോറിയാ? ഇന്നിപ്പോ എങ്ങാണ്ടുന്ന ഒരു വളർത്തു പുത്രനെ കിട്ടിയപ്പോ ചിരിക്കുന്ന ചിരി കണ്ടില്ലേ? മനസ്സിൽ വിചാരിച്ച ഒട്ടനെ മുമ്പിൽ വരും. ദേഷ്യം പിടിക്കുമ്പോ കിക്കിലി എടുത്തിട്ട് മുഖം കാണാൻ എന്ത് രസാ. അല്ല, ഏതൊരു സിനിമാ നടിയുടെ പോലെ ഉണ്ടല്ലോ അല്ലേ? അവിടുന്ന് അവന്റെ ഒരു സത്യം പറച്ചില്. സോഫി മോൾ ലീവ് കഴിഞ്ഞപ്പോ വന്നു, ഞാൻ കാപ്പി എടുക്കട്ടെ. ആ ദേ, രണ്ടുപേരെ ഊണ് കഴിക്കാൻ കൊച്ചമ്മമാര് വിളിക്കുന്നു. സംഗീതത്തിലും തൽപരയായിരുന്നു സുകുമാരി. അഭ്യസിച്ചിട്ടില്ലെങ്കിലും കേട്ടു പഠിച്ച സംഗീതമായിരുന്നു അവരുടേത്. പ്രശസ്ത സംഗീതജ്ഞ വസന്തകുമാരിയുടെയും രാഗിണിയുടെയും സഹവാസം സുകുമാരിക്ക് സംഗീതത്തിൽ അവഗാഹം നേടിക്കൊടുത്തു. സിനിമയിൽ പാടിയിട്ടില്ലെങ്കിലും സുകുമാരി ചില കച്ചേരികളൊക്കെ നടത്തിയിട്ടുണ്ട്. സ്റ്റേജ് ഷോസിലും സുകുമാരി ഒഴിച്ചു നിർത്താൻ കഴിയാത്തൊരു സാന്നിധ്യമായിരുന്നു. പ്രമുഖ നടന്മാർക്കൊപ്പം ജനങ്ങളെ രസിപ്പിക്കാൻ എന്നും സുകുമാരിയും സ്റ്റേജിൽ ആടിപ്പാടി. സുകുമാരിയുടെ ജോഡിയായി കൂടുതൽ സിനിമകളിൽ അഭിനയിച്ചത് അടൂർ ഭാസിയാണ്. 30-ലേറെ ചിത്രങ്ങൾ. SP പിള്ള, ബഹദൂർ, ശങ്കരാടി, തിക്കൃഷി എന്നിവർ 10-ലേറെ സിനിമകളിൽ നായകന്മാരായി. സത്യൻ, പ്രേം നസീർ, മധു എന്നിവരുടെ ജോഡിയായും അമ്മയായും സുകുമാരി അഭിനയിച്ചിട്ടുണ്ട്. നെടുമുടി വേണു, ഭരത് ഗോപി, തിലകൻ എന്നിവർക്കൊക്കെ ജോഡിയായും അവർ അഭിനയിച്ചു. 19-ാം വയസ്സിലായിരുന്നു സുകുമാരിയുടെ വിവാഹം. വരൻ ഭീം സിംഗ് മഹാരാഷ്ട്രക്കാരനായ സംവിധായകനായിരുന്നു. അദ്ദേഹം സംവിധാനം ചെയ്ത രാജാറാണിയിലും പാസമലരിലും സുകുമാരി അഭിനയിച്ചിരുന്നു. ആ പരിചയമാണ് വിവാഹത്തിലെത്തിയത്. എന്നാൽ സുകുമാരിക്ക് 30 വയസ്സുള്ളപ്പോൾ അദ്ദേഹം അന്തരിച്ചു. ചെന്നൈ മെഡിക്കൽ കോളേജിൽ ഡോക്ടറായ സുരേഷാണ് ഏക മകൻ. 6 പതിറ്റാണ്ടുകളിലേറെക്കാലം നീണ്ട സഫലമായ അഭിനയ യാത്രയാണ് സുകുമാരി നയിച്ചത്. തീപ്പൊള്ളലേറ്റ് ആശുപത്രിയിലായപ്പോഴും അവർ തിരിച്ച് അഭിനയ ലോകത്തെത്തും എന്ന പ്രതീക്ഷയിലായിരുന്നു പ്രേക്ഷകർ. സുകുമാരി ഇനിയില്ല എന്ന സത്യം വിശ്വസിക്കാൻ ഒരിക്കലും മലയാളി പ്രേക്ഷകർക്ക് കഴിയില്ല. അത്രയ്ക്ക് സുകുമാരിയെ മലയാളി സ്നേഹിച്ചിരുന്നു. ആ സ്നേഹത്താൽ അവരുടെ കഥാപാത്രങ്ങൾ മരണമില്ലാത്ത കാലത്തോളം നിലനിൽക്കുക തന്നെ ചെയ്യും. അവര് രാവിലെ തന്നെ പോയി. എന്താ പോകാതിരുന്നത്? വന്ന് കണ്ടിട്ട് പോകാന്ന് കരുതി. സാറ് വല്ലാതെ വിഷമിക്കുന്നുണ്ടെന്നറിയാം. ആര് പറഞ്ഞു? ഒരു വിവാഹമൊക്കെ കഴിച്ചാൽ വീണ്ടും കുഞ്ഞുങ്ങൾ ഉണ്ടാവുമല്ലോ. എല്ലാ അമ്മമാരും അതിനെ പോലാണോ? മനസ്സിലുള്ളത് എനിക്കറിയാം. മോനെ സ്നേഹിക്കുന്ന പോലെ എന്നെ സ്നേഹിക്കാം.